പാതിവില തട്ടിപ്പ് കേസിൽ ലാലി വിൻസെന്റിന്റെയും അനന്തകൃഷ്ണന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ ഇഡി മരവിപ്പിച്ചു. ഇരുവരുടെയും വീടുകളിൽ നടത്തിയ റെയ്ഡിനെ തുടർന്നാണ് നടപടി. ഇഡി തന്റെ വിശദമായ മൊഴിയെടുത്തുവെന്ന് ലാലി വിൻസെന്റ് പറഞ്ഞു. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇഡിക്ക് കൈമാറി. അനന്തകൃഷ്ണൻ തന്നെ പറ്റിച്ചിട്ടില്ലെന്നും ലാലി വിൻസെന്റ് പറഞ്ഞു. അവർ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അബൌട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസിനെ കുറിച്ചുള്ള എൻ്റെ അറിവിനെക്കുറിച്ച് ചോദിച്ചു, ആളുകളെക്കുറിച്ച് ചോദിച്ചു, എനിക്ക് കിട്ടിയ ഫീസിനെ കുറിച്ച് ചോദിച്ചു. ഞാൻ അയാളുടെ വക്കീലായി ജോലി ചെയ്ത ആൾ, ഇപ്പോഴും അയാളുടെ വക്കാലത്ത് ഹോൾഡ് ചെയ്യുന്ന ആൾ, എല്ലാവരും എന്നെ പ്രഷറൈസ് ചെയ്ത് എൻ്റെ കക്ഷിയെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയില്ല. അതെൻ്റെ പ്രൊഫഷണൽ ധർമ്മമാണ്. അയാൾ എൻ്റെ കക്ഷിയായിരിക്കുന്ന കാലത്തോളം ഞാൻ കക്ഷിയെ തള്ളിപ്പറയുന്നത് ശരിയല്ല. കെ ഉമേഷ്, ലാലി വിൻസെന്റ് അനന്തകൃഷ്ണനെ ഈ ഘട്ടത്തിൽ ന്യായീകരിക്കുന്നു എന്നുള്ളത് അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ലാലി വിൻസെന്റിന്റെ കൂടി ബാങ്ക് അക്കൗണ്ട് ഇഡി മരവിപ്പിക്കുകയാണ്, ഒപ്പം അനന്തകൃഷ്ണന്റെയും. വിശദമായ വിവരങ്ങൾ എങ്ങനെ? അസിത, ഇന്ന് 12 മണിക്കൂറോളം നീണ്ട പരിശോധനയാണ് നടന്നത്. ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലുള്ള ഫ്ളാറ്റിലാണ് ഇഡി വളരെ വിശദമായ പരിശോധന നടത്തിയത്. രാവിലെ 8 മണിയോടെ ആരംഭിച്ച പരിശോധന രാത്രി 8 മണിയോടെയാണ് അവസാനിച്ചത്. ഇത്രയും നീണ്ട പരിശോധനയ്ക്ക് ശേഷം ലാലി വിൻസെന്റ് മാധ്യമങ്ങളെ കണ്ടു. തന്നെ ചോദ്യം ചെയ്തു എന്നുള്ള കാര്യം ലാലി വിൻസെന്റ് സമ്മതിച്ചിട്ടുണ്ട്. നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് ലാലി വിൻസെന്റിൻ്റെ അക്കൗണ്ട് ഇഡി മരവിപ്പിച്ചിട്ടുണ്ട്. ലാലി വിൻസെന്റിൻ്റെ മാത്രമല്ല, പ്രധാനപ്പെട്ട പ്രതിയായ അനന്തകൃഷ്ണൻ്റെയും ഒപ്പം പറവൂരിലെ ജനസേവാ സമിതി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എൻ മധു എന്നിങ്ങനെ 3 പേരുടെ അക്കൗണ്ടുകളാണ് ഇഡി മരവിപ്പിച്ചിരിക്കുന്നത്. അനന്തകൃഷ്ണൻ്റെ കമ്പനികളുടെ വിവിധ അക്കൗണ്ടുകളായി 2.38 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. ലാലി വിൻസെന്റിൻ്റെ അക്കൗണ്ടിൽ 1.15 ലക്ഷം, ഈ എൻ മധുവിൻ്റെ അക്കൗണ്ടിൽ 1.68 കോടി രൂപ. ഇതാണ് സംശയാസ്പദമായ തുക. അത് കൃത്യമായ ഒരു വിശദീകരണം ഈ തുക സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല ഇഡിക്ക് എന്നാണ് മനസ്സിലാക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തുക മരവിപ്പിച്ചതായുള്ള വിവരം വരുന്നത്. പക്ഷേ ലാലി വിൻസെന്റ് അത് തുറന്ന് സമ്മതിച്ചിട്ടില്ല. അത്തരത്തിൽ മരവിപ്പിച്ചതിനെക്കുറിച്ച് തനിക്ക് വ്യക്തതയില്ല എന്നൊക്കെയാണ് ലാലി വിൻസെന്റ് പറഞ്ഞത്. പക്ഷേ ചോദ്യം ചെയ്ത കാര്യം ലാലി വിൻസെന്റ് സമ്മതിക്കുന്നു എന്ന് മാത്രമല്ല, ഇനിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്ന് ഇഡി ഉദ്യോഗസ്ഥർ തന്നോട് പറഞ്ഞു എന്നും ലാലി വിൻസെന്റ് പറയുന്നുണ്ട്. ഈ ഒരു ദിവസം മുഴുവൻ, ഏതാണ്ട് ഒരു പകുതിയോളം ദിവസം മുഴുവൻ നീണ്ട പരിശോധനയാണ് ലാലി വിൻസെന്റിന്റെ വീട്ടിൽ നടന്നത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, വിശദമായ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നു. ഇപ്പോൾ ലാലി വിൻസെന്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണന്റെ അഭിഭാഷക മാത്രമാണല്ലോ. അപ്പോൾ ആ നിലയിലുള്ള ബന്ധം, ഈ ഇഡിയുടെ അന്വേഷണ പരിധിയിൽ അഭിഭാഷക വരുന്നു, അഭിഭാഷകയുടെയും ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ നടക്കുന്നൊരു നടപടിയാണോ? അതിലൊരു അസ്വാഭാവികതയുണ്ട്. അതുതന്നെയാണ് ഇവിടെ സംശയാസ്പദമായി നിൽക്കുന്നതും. അതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ടൗൺ പോലീസ് ലാലി വിൻസെന്റ് എന്നെ പ്രതിയാക്കിയിട്ടുണ്ട്. അതിൽ ലാലി വിൻസെന്റ് പ്രതിയാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇഡിയും ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. ഈ FIRകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇഡിയും പരിശോധന നടത്തിയത്. തനിക്ക് കഴിഞ്ഞ 5 വർഷ കാലയളവിലായി പല സമയത്തായി വക്കീൽ ഫീസ് ഇനത്തിൽ ലഭിച്ചതാണ് ഈ 46 ലക്ഷം രൂപ. ഇന്നിപ്പോൾ അവർ തിരുത്തിയിട്ടുണ്ട്, 46 അതിൽ കൂടുതൽ തുകയുണ്ട്, 47 ലക്ഷത്തിൽ പരം രൂപയുണ്ട് എന്ന് ലാലി വിൻസെന്റ് തന്നെ പറയുന്നു. അത് പല സമയത്തായി ലഭിച്ച വക്കീൽ ഫീസാണ്. അതിൻ്റെ കണക്കുകളൊക്കെ ഇഡിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നൽകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴും അക്കൗണ്ടിലുള്ള ചില തുക സംബന്ധിച്ച് ഇഡിക്ക് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ശരി ഉമേഷ്, എന്തായാലും ഈ വ്യക്തത കുറവാണ് ഇപ്പോൾ ലാലി വിൻസെന്റിന്റെയും അനന്തകൃഷ്ണന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിലേക്ക് ഇഡി നയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനം 12 മണിക്കൂറിലധികം നടന്ന പരിശോധനയ്ക്ക് ശേഷമാണ് ഈ നടപടി എന്നുള്ളതാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു KM ഉമേഷ്.